ത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോഴെങ്കിലും കേൾക്കുവാൻ ഇമ്പകരമായി നമുക്ക് തോന്നാറുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തെ നാം അങ്ങനെ നോക്കി കാണണം. ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും സമചിത്തതയോടും സഹനത്തോടും കൂടി അഭിമുഖീകരിക്കുവാനുള്ളതായ ധൈര്യം സംഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ദൈവസന്നിധിയിൽ നിരന്തരമായ പ്രാർത്ഥന നടത്തേണ്ടുന്നതും പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നമ്മെ ആക്രമിച്ചാലും അതിലൊന്നും നാം ഒരിക്കലും തളർന്നു പോകാതെ മുന്നോട്ട് പോകണം. അതിന് വിശ്വാസം വേണം. നാം സഞ്ചരിക്കുന്ന വഞ്ചിയിൽ കർത്താവിന്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവുള്ള കടലിലേക്ക് എടുത്തു ചാടുവാൻ പത്രോസിനെ പോലെയുള്ള ഒരു വിശ്വാസത്തിന്റെ ദൃഢതയാർന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു ധ്യാന ചിന്ത നമ്മിൽ ഉണ്ടാകണം. എവിടെയാണ് കർത്താവുള്ളത്? ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെ മധ്യയാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അനേകം കഷ്ടപ്പാടുകളുടെയും ദുരന്തങ്ങളുടെയും മധ്യേ ജീവിക്കുമ്പോൾ അവിടെ എന്റെ കർത്താവിനെ, ക്രൂശിൽ മരിച്ചവനായ കർത്താവിനെ കാണുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷിമരണം പ്രാപിച്ചവനായ പൈശാചിക ശക്തിക്കെതിരെ പോരാടി, ദുഷ്ടതയ്ക്കെതിരെ പോരാടി, തിന്മയ്ക്കെതിരെ പോരാടി ജീവന്റെ കിരീടം പ്രാപിച്ചവനായ സഹദായ നമുക്ക് കഷ്ടപ്പാടുകൾ നടുവിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ അപ്പോസ്തലന്മാർ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ ആദ്യത്തെ സഹദായ സ്തെഫാനോസ് ശമാശൻ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ല സഹദന്മാരും തന്നെ. സ്വർണവും വെള്ളിയും എന്റെ കയ്യിലില്ല, നസ്രായന യേശുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എത്രമാത്രം ദൈവകൃപയിലൂടെ അവർക്ക് അനേകർക്ക് സൗഖ്യം കൊടുക്കുവാനും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും സാധിച്ചു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ നടക്കുന്ന വഴികളിലൂടെ രോഗികളെ കിടത്തുമ്പോൾ അവരെ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടാകണം. വിശുദ്ധന്മാരോടുള്ള സഹവാസമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ, ലേഖനങ്ങളിലൂടെ പുതിയ നിയമസഭയെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നാണ് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഷ്ടപ്പാടും പ്രയാസങ്ങളും രോഗങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുമ്പോൾ നാം ക്രൂശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടുകൂടി സഹനത്തോടും സന്തോഷത്തോടും കൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കഷ്ടപ്പാടുകളിലൂടെ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. പലരും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇനി വേണ്ട, മതി, ഇനിയും ഇത് എടുക്കുവാൻ സഹനത്തിന്റെ ആ പാതയിൽ നിന്നുമൊക്കെ വിട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പോയി ജീവിതം പോലും അവസാനിപ്പിക്കുക എത്രയോ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവർ വിശ്വാസികളല്ലാഞ്ഞിട്ടല്ല, പക്ഷേങ്കിൽ അവരുടെ വിശ്വാസം ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് കർത്താവിനെ നോക്കി സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദേശവാസികളെ, ഒരു ദേശത്തിന്റെ മുഴുവനും അനുഗ്രഹത്തിന്റെയും ചൈതന്യത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും ഒരു ശ്രദ്ധാകേന്ദ്രമാണ് ഈ പരിശുദ്ധ ദൈവാലയം. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ വലിയ മധ്യസ്ഥതയിലാണ് ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഇടവക ജനം എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് ഈ പെരുന്നാളിനെ എത്രയും അനുഗ്രഹകരമായി കൊണ്ടാടുക എന്നുള്ളത്. നേർച്ച കാഴ്ചകളോടും വഴിപാടുകളോടും സമർപ്പണത്തോടും സർവോപരി പരിശുദ്ധന്മാരുടെ സഹോദരന്മാരുടെ ജീവിതത്തിലൂടെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആശയങ്ങൾ, ധ്യാനചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാൻ, പുനരായി ആവിഷ്കരിക്കുവാൻ, മുന്നോട്ടുള്ള ജീവിത വഴികളെ ക്രമപ്പെടുത്തുവാൻ, കർത്താവിനെ നോക്കി സഞ്ചരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പുണ്യപ്പെട്ട ദിനവും കൂടിയാണ് ജീവന്റെ കിരീടം പ്രാപിച്ച, കർത്താവിന് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുത്തവനായ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ഈ ഓർമ്മ പെരുന്നാൾ. പൗരസ്ത്യ സഭയുടെ ആത്മീയതയിൽ വലിയ പ്രത്യേകതകളുണ്ട്.
കഷ്ടതയിലും കണ്ണുനീരിലും വളരുകയും തെളിയുകയും ചെയ്യുന്ന ആധ്യാത്മികതയാണ് പൗരസ്ത്യ സഭയുടെ ആധ്യാത്മികതയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ജീവിത വഴികളിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വേദനകളും പീഡനങ്ങളുമൊക്കെ സഹിക്കേണ്ടി വരുമ്പോൾ ഇതെല്ലാം സഹിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, സഹനത്തിൻ്റെ ആത്മാവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ സാക്ഷിമരണത്തിൻ്റെ ഓർമ്മ നമ്മെ എല്ലാ അർത്ഥത്തിലും ബലപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിത വഴികൾ തന്നെയാണ് സഹദന്മാരും പിന്തുടർന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അപകടത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടും ഓടി ഒളിച്ചൊരു അപ്പോസ്തലന്മാർക്ക് അവിടുന്ന് പകർന്നു നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയിലൂടെ ലഭിക്കുന്നതായ ആ വലിയ കൃപകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഭയെ പണിയുന്നതിനെ പ്രാപ്തരാക്കിയെന്ന് മാത്രമല്ല, കർത്താവ് അനുഭവിച്ചതായ കഷ്ടമനുഭവിക്കുവാനും ആ പീഡനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും അത് ജീവിതാനുഭവമാക്കി തീർക്കുവാനും അവനു വേണ്ടി മരിക്കുവാനും തയ്യാറായ അപ്പോസ്തലന്മാരെ ഒരുക്കിയതായ ഒരു ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലുമുണ്ട്. പ്രിയമുള്ളവരെ, ആദിമ ക്രൈസ്തവ സഭ ഇതുപോലുള്ള രക്തസാക്ഷികളുടെ, ഇതുപോലുള്ള സഹദേന്മാരുടെ ജീവിത സാക്ഷ്യം കൊണ്ട് എല്ലാ അർത്ഥത്തിലും പണിയപ്പെട്ടിരിക്കുന്ന സഭയാണ്. ആ ജീവിത സാക്ഷ്യം ഇന്നും നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞുവെങ്കിൽ പുതിയ സഹസ്രാബ്ദത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവിന് വേണ്ടി, കർത്താവിൽ വിശ്വസിച്ചതിന് വേണ്ടി, ദൈവവിശ്വാസിയായതിൻ്റെ പേരിൽ ആ സാക്ഷ്യം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോഴും എത്രയോ ആളുകൾക്ക്, വിശ്വാസികൾക്ക് ത്യാഗോജ്വലമായ തങ്ങളുടെ ജീവിതം മറുപടിയായി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതും നാം ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു സത്യവും കൂടിയാണ്. ദൈവം തന്ന നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രമാത്രം ദൈവപരിപാലന, ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരുന്നു എന്നുള്ളതുമൊക്കെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട്. എൻ്റെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമായി ഞാൻ എന്തു ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുണ്ട്. രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ എൻ്റെ കർത്താവിന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മെ നടത്തിയവനായ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കൃപാദാനങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും സമൃദ്ധമായി ലഭിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, എൻ്റെ ഇഷ്ടം മാത്രമല്ലോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് പ്രാർത്ഥനയിലൂടെ ആരാഞ്ഞറിയുവാനുള്ളതായ മനസ്സും ഒരുക്കവും അതിനുള്ളതായ മനോധൈര്യമുള്ളവരായി മാറ്റപ്പെടുവാൻ പ്രാർത്ഥനയിലൂടെ വിശ്വാസം സ്ഥിരീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആശങ്കകൾ രൂപപ്പെടുക സ്വാഭാവികമാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആശങ്കകൾ നമ്മെ അലട്ടുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം മരിക്കുകയാണ് ചെയ്യുന്നത്. ആശങ്കകളിൽ അകപ്പെട്ടു പോകാതെ കർത്താവിനെ നോക്കി സഞ്ചരിക്കുവാൻ, ജീവിതത്തിൽ വിശ്വാസത്തിൽ ബലം പ്രാപിക്കുവാൻ, സ്ഥിരപ്പെടുവാനായിട്ട് നമ്മൾ നിരന്തരമായി പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവിലേക്കുള്ള ചൂണ്ടുപലകകളാണ് പരിശുദ്ധന്മാരും അതുപോലെ തന്നെ ജീവന്റെ കിരീടം പ്രാപിച്ചവരായ സഹദേന്മാരും. പോരാട്ട വീര്യത്തോടുകൂടി ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് മുന്നിൽ വരുന്നതായ വെല്ലുവിളികൾ അനേകമാണ്. ഈ വെല്ലുവിളികളെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, സഹനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കുവാനുള്ളതായ മനോധൈര്യം നമുക്ക് ലഭിക്കുന്ന നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ജാഗരണത്തിലൂടെയുമാണ്. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തിയത്. പൈശാചിക്കും തിന്മയ്ക്കുമെതിരെയുള്ള പോരാട്ടം. ഇന്ന് ചുറ്റുപാടുകളിൽ മുഴുവൻ തിന്മ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്മയുടെ അനുരണനങ്ങൾ നമുക്കിന്ന് അനേകമൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വാർത്തകൾ വായിക്കുമ്പോൾ, പത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ എവിടെയും നമുക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ നാം പരിധി നോക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മടുപ്പ് തോന്നും. ഈ 24 മണിക്കൂറും ന്യൂസുകൾ കേൾക്കുമ്പോൾ എപ്പോൾ ന്യൂസ് വെച്ചാലും എന്തെങ്കിലുമൊക്കെ ബ്രേക്കിംഗ് കാണും. ഒന്നും നല്ലതല്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. ഒന്നുകിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം,
അതല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതായ എക്സ്ട്രീം കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്നതായ വലിയ ദുരന്തങ്ങൾ, അതല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ, പീഡനത്തിന്റെ പരമ്പരകൾ, അഴിമതി, അക്രമം, കൊലപാതകം, നരഹത്യ എന്ന് തുടങ്ങി നമുക്ക് ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ മാത്രമാണ് നാം കൂടുതലായി എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില മാധ്യമങ്ങളിൽ നല്ല വാർത്ത എന്നുള്ള ഒരു സ്ലോട്ട് കൊടുത്ത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോഴെങ്കിലും കേൾക്കുവാൻ ഇമ്പകരമായി നമുക്ക് തോന്നാറുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തെ നാം അങ്ങനെ നോക്കിക്കാണണം. ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും സമചിത്തതയോടും സഹനത്തോടും കൂടി അഭിമുഖീകരിക്കുവാനുള്ളതായ ധൈര്യം സംഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ദൈവസന്നിധിയിൽ നിരന്തരമായ പ്രാർത്ഥന നടത്തേണ്ടുന്നതും പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നമ്മെ ആക്രമിച്ചാലും അതിലൊന്നും നാം ഒരിക്കലും തളർന്നു പോകാതെ മുന്നോട്ട് പോകണം. അതിന് വിശ്വാസം വേണം. If you want to jump into the river, you have to get out of the boat. നാം സഞ്ചരിക്കുന്ന വഞ്ചിയിൽ കർത്താവിന്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവുള്ള കടലിലേക്ക് എടുത്തു ചാടുവാൻ പത്രോസിനെ പോലെയുള്ള ഒരു വിശ്വാസത്തിന്റെ ദൃഢതയാർന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു ധ്യാന ചിന്ത നമ്മിൽ ഉണ്ടാകണം. എവിടെയാണ് കർത്താവുള്ളത്? ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെ മധ്യേയാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അനേകം കഷ്ടപ്പാടുകളുടെയും ദുരന്തങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോൾ അവിടെ എന്റെ കർത്താവിനെ, ക്രൂശിൽ മരിച്ചവനായ കർത്താവിനെ കാണുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷിമരണം പ്രാപിച്ചവനായ പൈശാചിക ശക്തിക്കെതിരെ പോരാടി, ദുഷ്ടതയ്ക്കെതിരെ പോരാടി, തിന്മയ്ക്കെതിരെ പോരാടി ജീവന്റെ കിരീടം പ്രാപിച്ചവനായ സഹദായെ നമുക്ക് കഷ്ടപ്പാടുകളുടെ നടുവിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ അപ്പോസ്തലന്മാർ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ ആദ്യത്തെ സഹദായായ സ്തെഫാനോസ് ശമാശൻ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ല സഹദന്മാരും തന്നെ. സ്വർണവും വെള്ളിയും എന്റെ കയ്യിലില്ല, നസ്രായന യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എത്രമാത്രം ദൈവകൃപയിലൂടെ അവർക്ക് അനേകർക്ക് സൗഖ്യം കൊടുക്കുവാനും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ നടക്കുന്ന വഴികളിലൂടെ രോഗികളെ കിടത്തുമ്പോൾ അവരെ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. വിശുദ്ധന്മാരോടുള്ള സഹവാസമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗവും വിശുദ്ധജനവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലൂടെ പുതിയ നിയമസഭയെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നാണ് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഷ്ടപ്പാടും പ്രയാസങ്ങളും രോഗങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുമ്പോൾ നാം ക്രൂശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടുകൂടി സഹനത്തോടും സന്തോഷത്തോടും കൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പട്ടുനൂൽ പുഴു കൊക്കൂണിൽ മറിഞ്ഞ് ചിത്രശലഭമായി പുറത്തു വരുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യം നാം പലപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ടാകാം. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ശ്രമത്തിനൊടുവിലാണ് ഈ കൊക്കൂണിൽ നിന്നും ചിത്രശലഭം പുറത്തു വരുന്നത്. അത് കൗതുകത്തോട് നോക്കി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഒന്ന് സഹായിച്ചു കൊടുക്കാം, അതിൻ്റെ ആ പുറന്തോട് ഒന്ന് വിടർത്തി കൊടുത്താൽ, ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഈ ചിത്രശലഭം പുറത്തേക്ക് വരും. എന്നാൽ ഈ ചിത്രശലഭം ഈ പട്ടുനൂൽ പുഴു ഈ കൊക്കോണിൽ ഇരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോൾ അതിനകത്തു നിന്ന് മണിക്കൂറുകളോളമുള്ളതായ ശ്രമത്തിന്റെ ഫലമായി പുറത്തു വരുമ്പോൾ, സ്വാഭാവികമായി പുറത്തു വരുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ കൊക്കൂണിലെ അതിന്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു ദ്രാവകം വിന്യസിപ്പിച്ച് മണിക്കൂറിലെടുക്കുന്ന ഈ പ്രയത്നത്തിനൊടുവിൽ ചിത്രശലഭം പുറത്തു വരുവാൻ എല്ലാ അർത്ഥത്തിലും പാകപ്പെടും. ആ പരിശ്രമത്തിനിടയിൽ ആ പുറന്തോട് പൊട്ടിച്ചു കൊടുത്താൽ ഒരിക്കലും പൂർണ്ണ ആരോഗ്യമുള്ള വർണ്ണാഭമായ ഒരു ചിത്രശലഭം പറന്നു പോകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മറിച്ചാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം മരിച്ചു വീഴുന്ന ഒരു ചിത്രശലഭത്തെ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കൂ. ഇത് ജീവിതത്തിൽ വലിയ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കഷ്ടപ്പാടുകളിലൂടെ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. പലരും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്നു നമുക്ക് കാണുവാനായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇനി വേണ്ട, മതി, ഇനിയും ഇത് എടുക്കുവാൻ സഹനത്തിന്റെ ആ പാതയിൽ നിന്നുമൊക്കെ വിട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പോയി ജീവിതം പോലും അവസാനിപ്പിക്കുക എത്രയോ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവർ വിശ്വാസികളല്ലാഞ്ഞിട്ടല്ല,
പക്ഷേങ്കിൽ അവരുടെ വിശ്വാസം ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് കർത്താവിനെ നോക്കി സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പരിശുദ്ധന്റെ പുണ്യപ്പെട്ട പെരുന്നാളിൽ ജീവിത സാഹചര്യങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാം അറിയുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്തെന്നറിയുന്നവനായ ഒരു ദൈവം, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത് കേൾക്കുവാൻ, ആ ഇഷ്ടം അറിയുവാൻ, ആ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി, അത് ദുഃഖമായാലും വേദനയായാലും പ്രയാസമായാലും പട്ടിണിയായാലും എന്ത് തന്നെയായാലും സഹനത്തിന്റെ ആത്മാവോടുകൂടി ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ജ്വലിച്ചു നിൽക്കുന്ന അനുഭവ സാക്ഷ്യമുള്ളവരായി എനിക്കും നിങ്ങൾക്കും മാറുവാനായിട്ട് സാധിക്കുന്നു. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്നതിലല്ല. രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന അർത്ഥമൊന്നുമില്ല. രോഗം വരുമ്പോൾ ആ രോഗം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അതിന് പ്രാർത്ഥനയിലൂടെ നിരന്തരമായ ധ്യാനത്തിലും ജാഗരണത്തിലും ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കൽ ഒരു സന്യാസി രോഗാതുരനായി, അദ്ദേഹം മരണശയ്യയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നു. സഹോദരൻ ഒരു നിരീശ്വരവാദിയാണ്. അപ്പൊ നിരീശ്വരവാദിയായ സഹോദരൻ തന്റെ ജ്യേഷ്ഠന്റെ മരണാസന്നമായ അവസ്ഥ കണ്ടപ്പോൾ, ഏത് സമയത്തും മരിക്കാൻ തയ്യാറായി കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒത്തിരി വേദന തോന്നി അദ്ദേഹത്തിന്. നിരീശ്വരവാദിയാണെങ്കിലും അദ്ദേഹം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ സഹോദരന്റെ ദൈന്യാവസ്ഥയെക്കുറിച്ച് പരിതപിച്ചു. അപ്പോൾ ഈ സന്യാസി പറയുന്ന ഒരു കാര്യമുണ്ട്: സഹോദര, രോഗം ദുഃഖമല്ല, ദുഃഖമാണ് രോഗം. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണോ എന്ന് തോന്നുന്നില്ല. നമ്മെ അലട്ടുന്ന രോഗം അല്ല നമ്മുടെ ദുഃഖം. നമ്മുടെ ദുഃഖമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗം. അവിടെയാണ് എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, അവിടെയെല്ലാം യേശുവിനെ നോക്കി, കർത്താവിന്റെ ക്രൂശിനെ നോക്കി സഞ്ചരിക്കുവാൻ, കാൽവരിയിൽ യാഗമായവനായ കർത്താവിന്റെ ക്രൂശിന് കീഴിൽ നിന്ന് ഇടഞ്ഞെഞ്ചു പൊട്ടി കരയുന്ന അമ്മയെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ എത്ര വലിയ സഹനത്തിന്, എത്ര വലിയ കഷ്ടപ്പാടിലും സഹനത്തിന്റെ ആത്മാവോടുകൂടി നമുക്കതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. സഹദേന്മാർ നിങ്ങളുടെ ജീവിതം മറുപലിയായി കൊടുക്കുന്നതിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ജീവിതം എന്നും സുഖകരമാവണമെന്നൊന്നുമില്ല. ഏത് സന്ദർഭങ്ങളിലും ഏത് സമയത്തും നമുക്ക് അനർത്ഥങ്ങൾ വന്ന് സംഭവിക്കാം. ജാഗ്രതയോടുകൂടി, ഉണർവോടുകൂടി കർത്താവിനെ അറിഞ്ഞും ആരാധിച്ചും ജീവിക്കുന്നവരാകണം നമ്മൾ. സ്വാർത്ഥത വെടിഞ്ഞ് സമൂഹത്തിന് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി സ്നേഹവായ്പോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ. വിദ്വേഷവും വഴക്കും വെറുപ്പും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഹൃദയം നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹത്തിൽ കർത്താവിന് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം നമ്മൾ. അപ്രകാരം വിശുദ്ധന്മാരോടുകൂടിയുള്ള സഹവാസം ഉറപ്പാക്കുവാൻ പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ, സഹദായുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ, നേർച്ച കാഴ്ചകളും വഴിപാടുകളും പെരുന്നാൾ ആദരിച്ച് ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടപ്പാകുന്നത്. ഇത്രമാത്രം ദുഷ്ടതയ്ക്കെതിരെ പോരാടി ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട സഹദായ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ജീവിതാനുഭവം, അവിടെ വിശുദ്ധയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, കർത്താവിനെ നോക്കി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇടർച്ച വരുത്തുന്ന അനേകം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അവിടെ തകർന്നു പോകാതെ ക്രൂശിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സഹനത്തിന്റെ ആത്മാവോടുകൂടി മുന്നോട്ട് പോകുവാൻ സാക്ഷിമരണത്തിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ആ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെരുന്നാൾ പ്രത്യേകമായി ഇതിൻ്റെ വലിയ ഭാരിച്ച ചിലവുകളൊക്കെ വഹിക്കുവാൻ പ്രത്യേകമായി പ്രധാന ഷെയറുകൾ എടുത്ത് നടത്തുന്ന, വഴിപാടായി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർച്ചകാഴ്ചകളോടും വഴിപാടുകളും ഇതിനെ ആദരിച്ച് ബഹുമാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെയും ദേശവാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ മുഴുവൻ ദൈവമക്കളുടെയും സങ്കേത സ്ഥാനമാണ് ഈ പുണ്യപ്പെട്ട ദൈവാലയം. അത്ഭുതങ്ങൾ നടക്കുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യവും
ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ, തമ്പുരാന്റെ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിലൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ പ്രത്യാശയിൽ പ്രതികൂലതകൾ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുന്നാളിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിന് അനുഗ്രഹകരമാക്കി തീർത്ത ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിലുള്ള ഈ പള്ളിയിലെ ട്രസ്റ്റീസിനെയും മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെയും ഭക്തസംഘടനാ ഭാരവാഹികളെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ത്യാഗത്തിനും കഷ്ടപ്പാടിനും സമയം ചെലവഴിച്ച് വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇടവകയുടെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഇതിന്റെ ഭരണ സംവിധാനത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൃപയും സമൃദ്ധമായി ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടിവരവ് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. ഇനിയുമുള്ള നമ്മുടെ ജീവിത വഴികളിൽ സർവേശ്വരന്റെ വലിയ കൃപയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആ സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആവോളം ആസ്വദിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട വന്യരായ ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം ഈ പെരുന്നാളിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സഹതായുടെ പെരുന്നാളിനെ ബഹുമാനിക്കുവാൻ, നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഭാഗ്യമുണ്ടായത് ദൈവത്തെ സ്തുതിക്കുന്നു. കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവരെയും ഈ പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങൾക്കും നിങ്ങൾ ദൂരെ പാർക്കുന്നവർക്കും ജീവിത സംരംഭങ്ങൾക്കുമെല്ലാം എല്ലാവിധത്തിലുള്ളതായ സർവ്വവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് തമ്പുരാനെ പറ്റി അമ്മയുടെയും നമ്മുടെ കാവൽ പിതാവായ മോർഗീവരിക സഹതായുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ. പ്രസവേത്രേ കന്യകമറിയാമേ നോയാറിൽ സുഖപരിമളധൂപം മൊറിയോരായി നീലയോഹാദാരി ഞങ്ങൾക്കായുള്ളർത്തനയെ മാതാവിനോടും പരിശുദ്ധനായ മോർഗീവരിക സഹതായോടും പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാവുന്നു ഇപ്പോൾ. കരുണ്യവാനായ കർത്താവ്, അങ്ങയുടെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ ചില പ്രയാസങ്ങൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. അവിടുന്ന് ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലും അങ്ങേക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അങ്ങയുടെ ജനവും അവിടുത്തെ കൈകളുടെ പ്രവൃത്തികളുമാകുന്നുവല്ലോ. അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ പരിശുദ്ധ കന്യകമറിയാവിന്റെ തിരുസന്നിധിയിൽ അപേക്ഷ മുഖപ്രസാദമുള്ളതിനാൽ
ശുദ്ധിമത അമ്മയുടെ മധ്യസ്ഥത പ്രാർത്ഥനയാൽ ഞങ്ങളെ ഓരോ ഓർമ്മയെ കൊണ്ടാടുന്നു. പരിശുദ്ധനായ മോർ ഗീവർഗീസയുടെ മധ്യസ്ഥതയാലും ഉത്തമനായുള്ളവേ ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുണ്യപിതാവു നീ വരുകേ, നിന്നോർമ്മയേകു ക്ഷയിച്ചടിയാ. ഹൃദിമോദത്തോടു തവ നാമം കീർത്തി ജീവിതമോദം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കഷ്ടതകൾക്കും മരണത്തിനുമായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഇഷ്ടനായി തീർന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മോർ ഗീവർഗീസ് സഹദായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഹായങ്ങളുടെ സമുദ്രവും ഔഷധജലത്തിന്റെ ഉറവിടവുമായ ബേൽത്തരം നീരുറവയായ മോർ ഗീവർഗീസ് സഹദായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നോമ്പും പ്രാർത്ഥനയും ജാഗരണവുമാകുന്ന കുന്തവും വാളും പടച്ചട്ടയും ധരിച്ച് സാത്താനോടും അവന്റെ കുടിലതന്ത്രങ്ങളോടും അസൂയാലുക്കളായ സത്യവിശ്വാസംസകരോടും അവരുടെ കിണികളാവുന്ന തീയമ്പുകളോടും ധീരധീരമടരാടി വിജയം വരിച്ച മഹാപരാക്രമശാലിയായ മോർ ഗീവർഗീസ് സഹദായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അവസാന ശ്വാസം വരെയും സത്യവിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബലഹീനനാകാതെ തന്റെ നാഥനിലുള്ള പ്രത്യാശയിൽ വീറോടെ പൊരുതി ജീവകിരീടം പ്രാപിച്ച അജയ്യനായ മോർ ഗീവർഗീസ് സഹദായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മക്കളുടെ കണ്ണീരിൽ കനിയുന്നവനും പ്രയാസപ്പെടുന്നവരുടെ സഹായിയും ദൂരസ്ഥരെയും സമീപസ്ഥരെയും തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ കാത്തുരക്ഷിക്കുന്നവനുമായ മോർ ഗീവർഗീസ് സഹദായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ യജമാന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നാനാവിധ രോഗങ്ങളിലും അംഗവൈകല്യങ്ങളാലും ക്ലേശിക്കുന്നവരെ സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. മശിഹായുടെ ആട്ടിൻകൂട്ടത്തിന്റെ ഉണങ്ങാത്ത കാവൽക്കാരാം ഞങ്ങളെ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ. കർത്താവേ, നിന്റെ ശ്രീഭണ്ഡാര വിചാരിപ്പുകാരന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് വാഴ്വരുളണമേ. ബറക്മോർ. ഞങ്ങൾ 3 പ്രാവശ്യം കുറേലായിസോൻ എന്നാട്ടഹസിച്ച് ഏറ്റുചൊല്ലുന്നു. കുരിയേലൈസു 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 മോരാനിസരാഹാം വേല മോരാനിസര ആമീല മോരാനിസരാഹി മേല മോരാൻ ഹുസുരാഹേ മേല മോരാൻ ഹുസുര മേല മോരാൻ ഹുസുരാഹി മേല മോരാനരിനുരഹേ മേല മോരാനരിനുരഹേ മേല മോരാനരിനുരഹേ മേല ശുഭഹോലോക
ഉണർത്താവുന്നതിനോട് കൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ദുർവലമായ വാഴ്ത്തപ്പെടാനാവുന്നു. ശുദ്ധമുള്ള നീ മർത്തനീ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. പോലെ തളർത്തിടുമേ ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതീമോ തളിരിട്ട് തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കുമവർ ദൃഷ്ടി പുഷ്ടികളും പാരക്കുമോ. മെൻപോലും വാദാമുൽ പോലും മീനാമേ. ഉണ്ടേമേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥനയിൽ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സൗമ്യൻ കാലസ്കുറിയേലായി പ്രാർത്ഥനയിൻ സമയമേറല്ലോ മുറുകെ വരുകേ. പടി കൂട്ട തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽത്ത് കൈവാത്തേണം ഭാരത്തുമോ. നിന്നവരെ ചുരുതാതനും മോർഗി വരുകി. നിന്നോർമ്മയെ ബഹുമാനിച്ച സുരരോ സ്തോത്രം. നിന്നെ മുടി ചൂടിടുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകെ മേലയുവാതാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട്. അടികളെയും തൻ കോപത്തിൻ വഴികളെയും മായിച്ചിടാം. പരിശുദ്ധ ദേവമാതാവിനോട് പരിശുദ്ധനായ മോർഗി ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും ജീവിത സംരംഭങ്ങളെയും ദൂരെ പാർക്കുന്നവരെയും ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനയാലും നമ്മുടെ കാവൽപിതാവായ മോർഗി ഒരു മധ്യസ്ഥതയാലും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.